Hello, mic testing 1 2 3. Okay. Hi guys, it's me Ravi. Hi bros, how are you guys? അപ്പോൾ ഒന്നത്തെ വീഡിയോ കുറിച്ചാണ് പറഞ്ഞാൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇതെന്ത് മൈരണ്ടത് വീഡിയോ എടുക്കുമ്പോഴേ വരുള്ളൂ ഇവരൊക്കെ. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റേബി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പോൾ എൻ്റെ വീഡിയോ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു ഡൗട്ട് ആണ്, നിങ്ങളൊപ്പം ഷെയർ ചെയ്തിട്ട് നിങ്ങളും അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഒരു ഉറങ്ങിപ്പോയി, അത് കാരണമാണ്. ഓക്കെ, അപ്പോൾ എന്താ ഡൗട്ട് പറഞ്ഞാൽ നമ്മുടെ മൂവി റിവ്യൂവേഴ്സ് ആൻഡ് മൂവീസ്, ഇതാണ് എൻ്റെ ഡൗട്ട്. ഓക്കെ, എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് എനിക്ക് കറക്റ്റായ ടൈം എന്ന് തോന്നുന്നു ഈ വീഡിയോ ഇടാനേ. എന്താ പറഞ്ഞാൽ കൽക്കി റിലീസായി, ഇന്ന് റിലീസ് ഡേറ്റ് കൽക്കി പ്രഭാസിൻ്റെ മൂവി റിലീസായില്ലേ. അപ്പോൾ ഇപ്പോൾ നോർമലായിട്ട് പണ്ടൊക്കെ മൂവീസ് കാണാൻ പോവുകയാണെങ്കിൽ, നമ്മൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ മമ്മൂക്കാൻ്റെ പടം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടമൊക്കെ ആണെങ്കിൽ നല്ല ഫേമസ് ആണെങ്കിൽ അത് വേർഡ് ഓഫ് മൗത്ത്, നാലാൾ പറയും, നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയും ആ പടം കൊള്ളാം, അത് കാണാൻ നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല സ്റ്റോറിയാണെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് നമ്മൾ പോവാറ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ടെക്നോളജി മാറിയല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ, ഞാൻ എന്താ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ചെയ്യണം, ഞാൻ വേണം കൊണ്ട് ചെയ്യില്ല, അത് നോർമലായിട്ട് അത് പോവുകയാണ്. ഓക്കെ, എന്താ പറഞ്ഞാൽ ഒരു മൂവി റിലീസായാൽ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് കയറും. എത്ര പേര് എന്നെ പോലെ ചെയ്യേണ്ടി പറഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഒരു മൂവി റിലീസായി പറഞ്ഞാൽ അത് ഞാൻ കാണാൻ പോകണോ വേണ്ടയോ അത് തീരുമാനിക്കുന്നത് ആക്ച്വലി യൂട്യൂബാണ്. ഫസ്റ്റ് ഞാൻ യൂട്യൂബ് കയറിയിട്ട് ഞാൻ സെർച്ച് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൽക്കി മൂവി കാണാൻ പോകണോ വേണ്ടയോ തീരുമാനിക്കണം. ഞാൻ എന്ത് ചെയ്യും പറഞ്ഞാൽ കൽക്കി മൂവി റിവ്യൂസ് മലയാളം അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കാണും. ഇപ്പോൾ ആൻ്റെയൊക്കെ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ ശശാങ്കറിൻ്റെ ഈ ഡയറക്ടറിനെ വിശ്വസിച്ച് നിങ്ങൾ കാശ് മുടക്കിയതിന് സീക്രട്ട് ഏജന്റ് വരും. എന്തോന്നറിയത് പടം സത്യം പറയാം, ഞാൻ ഉണ്ണിയേട്ടൻ്റെ വരും. ക്ലൈമാക്സിനോട് അടുത്ത് ഒരുപാട് റോമാഞ്ചിഫിക്കേഷൻ മൊമെന്റ്സ് തന്നൊരു സിനിമയാണ്. തമിഴ്നാട്ടിൽ വന്നിട്ട് ഞാൻ ചെന്നൈയിലിരിക്കണം. അപ്പോൾ നമ്മൾ മറക്കാനാകാത്ത ഒരാളുണ്ട്, ബ്ലൂ ഷർട്ടായി മാറാൻ വേണ്ടിട്ട് ബ്ലൂ ഷർട്ട് ഇട്ട് ഒരാളുണ്ടാവും, തഗ്ഗായിട്ട് റിവ്യൂ പറയില്ലേ, ആ ആളുണ്ട്. அடேங்கப்பா தீபிகா படுகோன் வந்து சேர்ந்துட்டாங்க, அமிதாப் பச்சன் வந்து சேர்ந்துட்டாரு, ആളുടെ കാണും. പിന്നെ നമ്മൾ അശ്വൻ കോക്ക്, അയ്യോ മറന്നു, നമ്മുടെ അശ്വൻ കോക്ക് മലയാളത്തിൽ ബ്ലൂ ഷർട്ടായി മാറുന്നതാണ്. 9880 അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടിട്ട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വരുമ്പോഴേക്കും എൻ്റെ ഒരു രീതി പരിഭവമാവും. കാണണോ വേണ്ടിയോ, ഫസ്റ്റ് ഞാൻ വരുന്നത് കൊണ്ട് കാണണോ വേണ്ടിയോ പറഞ്ഞിട്ട് ഏകദേശം ഒരു ഇതിലായിരിക്കും, വൈബിലായിരിക്കും. പക്ഷേ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നത് എന്താ പറഞ്ഞാൽ, കാണണോ, നല്ല പടമായിരിക്കും, നല്ല പടം അല്ലയോ. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിവ്യൂസ് വന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദയർ ഒപ്പീനിയൻസാണ് പറയുന്നത്. ചിലർ പറയുന്നത് നന്നായിട്ട് പറയണു, ചിലർ പറയുന്നത് നന്നായിട്ടില്ല പറയണു. ഫോർ എക്സാമ്പിൾ കൽക്കി മൂവീസ് എടുത്ത് നോക്ക്. കൽക്കി മൂവീസ് വന്നിട്ട് നമ്മുടെ ബ്ലൂ ഷർട്ടായി മാറണം വന്നിട്ട് പുള്ളിക്കാരൻ നല്ല മൂവീസിന് നല്ലത് പറയും, പക്ഷേ ചില സമയത്ത് എന്തോ ഐ ഡോണ്ട് നോ, അത് അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മൂവീസിന് വന്നിട്ട് പുള്ളിക്കാരൻ്റെ റിവ്യൂ ആണ് ഫസ്റ്റ് കണ്ടത്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നോക്കിയപ്പോൾ ആള് ഓപ്പണായിട്ട് പച്ചയ്ക്കാണ് പറയുന്നത് നന്നായിട്ടില്ലാന്ന്. ஓகே, சேர்ந்துட்டாரு, துல்கர் சல்மான் வந்து சேர்ந்துட்டாரு, இப்படி தினம் ஒரு அனௌன்ஸ்மெண்ட்டாக தான் இருந்துச்சு. டேங்கப்பா பொங்கல் ஸ்பெஷல் பொங்கலாக இருக்கும் போடுக்கு இம்புட்டு முந்திரி பருப்பை போட்டு செய்கிறாங்க, ஒரு பொடி பிடிச்சிட வேண்டியது தான் அப்படின்னு போய் உக்காந்தா 4 மிளகை போட்டு வச்சுருப்பான், அது நமக்குன்னு வந்து வாயில் மாட்டோம். மற்ற முந்திரி பருப்புலாம் கண்ணில் காங்கவே முடியாது. அப்படியா 10 വയസ്സിൽ എന്ന് പറയുന്നത് VFX എഫക്റ്റോ അല്ലെങ്കിൽ സ്റ്റോറിയോ ഒന്നും നന്നായിട്ടില്ല എന്ന് പറയുന്നത് ടോട്ടലായിട്ട്. ശരി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അശ്വൻ കോക്കിൻ്റെ നോക്കി നന്നായിട്ട് പറയുന്നു ആള്. അശ്വിൻ എന്നടാ പണി വെച്ചിരിക്കറേ, അന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടം. നിങ്ങൾ ഏത് സൂപ്പർലേറ്റീവ് വേർഡ് ഉപയോഗിച്ച് ഇതിനെ ക്വാളിഫൈ ചെയ്തോ? എന്നടാ പണി വെച്ചിരിക്കെ ഡയറക്ടറിന് പറയുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട്, എന്താണ് അത്? ഓക്കെ, അപ്പോൾ ശരി, പുള്ളിക്കാരൻ ബ്ലൂ ഷർട്ടായി മാറണം. ഓക്കെ, അങ്ങനെ നോർമലായിട്ട് അങ്ങനെ ചില നല്ല പടത്തിനും ചീത്താന്ന് പറയണം. ശരി, ഓക്കെ, നമ്മുടെ അശ്വൻ കോക്ക് നന്നായിട്ട് വേണ്ടിട്ട് ആ മൂഡിലിരുന്ന അടുത്തത് പബ്ലിക് ഒപ്പീനിയൻ. ஐயோ நீங்க வேற மொக்கத்துல ஸ்கிரீன்ல கிச்சிடுவாங்க மால. ஃபர்ஸ்ட் 1.5 மணி நேரம் தூங்கிட்டேன். செகண்ட் ஹாஃப் சூப்பரா இருந்துச்சு. படம் டோட்டல் வேஸ்ட். ரொம்ப லைக் பாகுபலி அளவுக்குலாம் ஹைப்லாம் இல்ல. പണ്ടാരടങ്ങ അത് എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഈ ക്ലിപ്പിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് ചാനലിൽ ബാഡായിട്ട് പറയണത് പബ്ലിക് ഒപ്പീനിയൻസ് മാത്രമേ എടുത്ത് ക്ലിപ്പായിട്ട് ഇടണു എന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം
നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ചിലപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും പറഞ്ഞാൽ, ഇപ്പോൾ ബാഡായിട്ട് റിവ്യൂ പറയുന്ന ഷോർട്സോ വീഡിയോസ് ഇട്ട് പറഞ്ഞാൽ അത് ഭയങ്കര വൈറലായി പോകുമ്പോഴാണ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ക്ലിപ്പ് ഇപ്പോൾ നമ്മൾ കണ്ടില്ല, നമുക്ക് கல்கியை பொறுத்த அளவுக்கு தியேட்டர் கிட்ட இல்லை போஸ்டர் கிட்டே வந்துடாதீங்க. படம் நல்லா இல்லை, ஃபர்ஸ்ட் ஆஃப் நல்லா இல்லை, செகண்ட் ஆஃப் ஓரளவு பார்க்குற மாதிரி இருந்துச்சு. இது ஒரு ஸ்டார்ட் அப்ன்றதுனால தான் அது சிம்பிளாக போயிருந்தது. ஆனால் ஃபர்ஸ்ட் ஆஃப் ரொம்ப போர் தான். படம் பார்த்துட்டு அப்படியே கத்தியை வச்சு குத்தி செத்துடலாமான் இருக்கு. அந்த அளவுக்கு மகாபாரதம் பார்த்தவங்களுக்கு ஈஸியாக புரியும். எல்லாமே பிடிச்சிருக்கு. ഇതിൽ വന്നിട്ട് പറയുന്നതെല്ലാം പാതി മുക്കാലും മെജോറിറ്റി ഓഫ് ദ പബ്ലിക് ഒപ്പീനിയൻസ് വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് നമ്മുടെ മൈൻഡേ മാറുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ചിലർ ചോദിക്കുക, നീ ഒരു പടം കാണണം എന്നുണ്ടെങ്കിൽ അത് പോയി കാണും, നീ എന്തിനും യൂട്യൂബൊക്കെ വന്ന് നോക്കണം. അങ്ങനെ പറ്റില്ല. കാരണം ഇപ്പോൾ ടെക്നോളജി ഏജാണ്. നമ്മൾ ഇതൊന്നും കാണാണ്ട് നമുക്ക് അങ്ങനെ നോക്കി അങ്ങനെ പോകാൻ പറ്റും, നമ്മുടെ ഡെസിഷനാണ്. പക്ഷേ എന്നാലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിൻവിഷ്ടം, അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യണം പറഞ്ഞിട്ട് ഷെയർ ചെയ്തു. എന്നെപ്പോലെ എത്ര ഒരു ഫീൽ ഉണ്ട് കമൻറ്റ് ബോക്സ് പറയാം. ഓക്കെ, ഒരു മൂവി കാണണം പറഞ്ഞിട്ട് തീരുമാനിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വെറുതെ നമുക്ക് റിവ്യൂസ് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് കാണാണ്ട് പോയ കുറച്ച് മൂവീസൊക്കെ ഉണ്ട് തോന്നുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ വന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയണം. അപ്പോൾ നമുക്കേ കൺഫ്യൂസ് ആവും, എന്താ അത് കാണണം വേണ്ടയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളതൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. പിന്നെ കൽക്കി മൂവി കാണാൻ പോകണോ വേണ്ടയോ നിങ്ങളൊന്ന് പറയുക. ഓക്കെ, കണ്ടവർ എത്ര പേരുണ്ട് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയാം. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പറയാം. ഇഫ് യു തിങ്ക് ദാറ്റ് മൂവി ഈസ് നൈസ് ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു വാച്ച് ദാറ്റ് മൂവി മീൻസ് യു ക്യാൻ പുട്ട് ഇറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. ഐ വിൽ ട്രൈ ഇറ്റ്. ഓക്കെ, ആൻഡ് അത്രയേ ഉള്ളൂ. ലവ് യു ഗൈസ് ആസ് ഓൾവേസ്. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ എന്തിനെ കുറിച്ച് ഇടണം പറഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.